Hello guys, കളിക്കാൻ പോകുന്നത് ഒരു സിംഗിൾ പ്ലെയർ കയറി ഓരോരു വണ്ടി ഓടിക്കും ഇത് ഷവർലെറ്റാണോ കുറെ കഴിഞ്ഞില്ല കണ്ടു കാണിക്കാൻ തുടങ്ങി വണ്ടിയും വേണം ഇങ്ങനെയൊക്കെ ഓഫ് റോഡോ അപ്പൊ ഓടേനെ കുറച്ച് ഓഫ് റോഡോ അതെ ഓഫ് റോഡ് വിസിന്നാവും ഇങ്ങോട്ട് പോകാൻ ഓക്കെ പോ വരികളെ കാണിച്ചാൽ മതി റോഡുകൾ ഉറപ്പെങ്കിൽ അയ്യോ ഓ അതിനെ ഡിസ്റ്റൻസ് ചെയ്യാൻ ഇത് ബ്രേക്ക് ആണോ ഞാൻ ബ്രേക്കോ ഞാൻ സ്പീഡ് കൊടുക്കട്ടെ എന്നിട്ടാ പോട്ടെ അതുകൊണ്ടാ ഞാൻ ഡ്രിഫ്റ്റ് അടിച്ച അവിടെ ഓ ഇങ്ങോട്ടെ ഇരിക്കണേ ഞാൻ ഇങ്ങോട്ട് നോക്കട്ടെ പോടും അതൊന്നും പോടാ അങ്ങോട്ടാ ഇങ്ങോട്ടാ അതെ സൈക്കട്ടോ വിസിക്കട ഇങ്ങോട്ട് ചെയ്യാ സോണിൽ ഓടിയാ ലോണായി ഇങ്ങോട്ട് ഒക്കെ ഇടിച്ച് തകർക്കാം ഇനി അങ്ങോട്ട് എയർപോർട്ടാ ഞാൻ എയർപോർട്ടിലോട്ടല്ല ഓഫ് റോഡ് ചെയ്യാനാവട്ടെ എവിടെയാണ് എന്റെ ഓഫ് റോഡ് സ്ഥലം ഇങ്ങോട്ട് നോക്കട്ടെ അതേ നോക്കട്ടെ റോഡ് തന്നെയാ ഞാൻ നേരെ പോവാം നേരെ പോയി നോക്കാം നമുക്ക് ഞാൻ എല്ലാം ഇടിച്ചിട്ടോ പക്ഷേ നിങ്ങളുടെ വണ്ടിയുടെ ഗ്ലാസ്സിലൊക്കെ പറ്റിയ വണ്ടിയുടെ ഗ്ലാസ്സിലൊക്കെ കണ്ടോ കുറെയൊക്കെ പൊട്ടിയിരിക്കുന്ന പോലെ റിയൽ ആയിട്ട് എന്ത് നടന്നാലും വണ്ടിക്ക് അതുപോലെ പറ്റുമോ നീ അങ്ങോട്ടാ ഇങ്ങോട്ടോ എവിടെയാ എയർപോർട്ടിന്റെ അങ്ങോട്ട് പോവാം ഇതിപ്പോ മോർച്ചാവറൈസ് പോലെ ഉണ്ട് എയർപോർട്ടാ കാണിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ എയർപോർട്ടിലാണോ ഇരിക്കുന്നത് പുതിയ കാര്യം എയർപോർട്ടിൽ ഓഫ് റോഡ് ചെയ്യാൻ പോകുന്നു അത് ജീവിതത്തിൽ കളു അടുത്ത ലോഡ് പോണോ ഓടാ എന്തൊക്കെയോ അങ്ങനെ എയർപോർട്ടിൽ എത്തി ഇന്ത്യയല്ല അവരുടെ ഡിസ്റ്റൻസ് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ ഇത് അവിടെ പൊങ്കിപ്പോയി ചെയ്തു അങ്ങനെയാ ഹാൻഡ് ബ്രേക്ക് പിടിക്കുകയും തിരിക്കുകയും ചെയ്തേ ഇതൊന്നും റാമ്പാ ആരാ ചുമ്മാ ഇത് ഓഫ് റോഡ് അല്ല പക്ഷെ സ്റ്റണ്ടാ ഇതാണോ അവിടെ ഓഫ് റോഡ് ഇത് സ്റ്റണ്ട് നമുക്ക് ചേച്ചിട്ട് ഒരു സ്റ്റണ്ട് ചെയ്താലോ ചെയ്യാം ഒരു പ്ലേ പോകുന്നത് പ്ലേ റെഡി ആവുക പോവാൻ പ്ലേ പോവൊക്കെ ചെയ്യുമോ പോവാൻ അടിപൊളി കേമോ പയ്യെ ബ്രേക്ക് ഇടുമ്പോൾ ഫുഡ് കൊടുത്ത് ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ആളില്ല അറികള് കണ്ട പയ്യെ ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട് പെർഫെക്ഷൻ പർപ്പിൾ സാധനം ഇടയ്ക്കടാ ഇടിച്ച് ഇവിടെ വണ്ടി ചത്ത് കണ്ണാടിയൊക്കെ പോയി ഫിക്സ് ചെയ്യോ ഇല്ല ഇതോ ഫിക്സ് ചെയ്ത് കിടക്കുന്ന ഓഫ് റോഡിലോട്ടുള്ള വരി അടിച്ചേക്കുന്നത് ഇങ്ങോട്ട് പോവാ അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റ് ചെയ്യാം ഫിക്സ് ചെയ്യാം മൂന്ന് ഇങ്ങോട്ട അയ്യോ മരം സെക്കൻഡ് ഞാൻ ഫിക്സ് ചെയ്യും എന്നാണ് വീട്ടില് വണ്ടിയിൽ നീറ്റായിരിക്കും നീ എങ്ങോട്ടാ മത്തി ഇടിച്ചേ വലിയ വഴിയാക്കാടാ ഇവിടെ എവിടെയോ അടിച്ചിട്ടില്ലല്ലോ ബോർഡ് ഞാൻ ഇതെന്താ ഇപ്പൊ എടുത്തേ വ്യക്തിയാ അത് വ്യക്തി ഇങ്ങോട്ടാണോ ഓഫ് റോഡ് ആർക്കറിയാം ഞാൻ റിവേഴ്സ് എടുത്തിട്ട് നോക്കട്ടെ അത് കിട്ടൂല ഫിക്സിഡ്
ആ പോണോ ഇങ്ങോട്ട് ഓഫ് റോഡ് നേരെയാണോ നേരെ നോക്കാം ചെറുപ്പായിരിക്കും ഇങ്ങോട്ടോ ആ അയ്യോ തെറ്റിപ്പോയാ ഇതോ ഇതാണല്ലേ ഓഫ് റോഡ് വെൽക്കം ടു റേഡാർ 3 Pass the speed camera as fast as you can. ഏറ്റവും സ്പീഡ് നമ്മൾ സ്പീഡ് ക്യാമറയിലെ പാസ് ചെയ്യണം അല്ലേ ഉറപ്പിക്കാം കുടിക്കില്ല അയ്യോ ഇടിച്ച് മറക്കാൻ പോവാണല്ലോ ഇവിടെ നമ്മളീ ഡിസൈൻ ഇട്ടോ ഇങ്ങനത്തെ പരിപാടി പൂമ്പവേ വരുന്ന ഡിസൈനാന്ന് തോന്നുന്നു ഇത് കണ്ടോ ഒരു മഞ്ഞ കളറ് എവിടേക്ക് കറക്റ്റ് ഫോളോ ചെയ്യണമല്ലോ ഇപ്പൊ നമ്മളെ കറക്റ്റ് വണ്ടി പഠിപ്പിക്കുന്നവരുണ്ട് എനിക്ക് പഠിക്കണമെന്നില്ല എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം ഇപ്പൊ ഓടിക്കുന്നുള്ളോ അയ്യോ അങ്ങനെ പറ്റിപ്പോയി ആ നൈസായിട്ട് കൊണ്ടുപോ ഇവിടെ കൂടെ പോ കുഴപ്പമില്ലല്ലോ ഇന്നിപ്പോ ഒന്ന് ആർക്കറിയാം വഴിയൊക്കെ ഉണ്ടല്ലേ ഇവിടുന്ന് ഇറങ്ങാം ഒരു ബുക്ക് അടിക്കാം ഫിക്സ് ചെയ്യാം അയ്യേ എനിക്ക് ആക്സിഡന്റ് ആണോ എനിക്ക് ആക്സിഡന്റ് എനിക്ക് വേണ്ട അങ്ങോട്ട് ഇപ്പൊ സ്കില്ല് പഠിപ്പിക്കുവാണല്ലോടെ കറക്റ്റ് സ്കില്ല് വേണം ഈ പരിപാടി ഇട്ടിട്ട് സ്പീഡ് വേണം പക്ഷെ കറക്റ്റ് കണ്ടുപിടിക്കാനും പഠിക്കണം എന്ത് ടഫാണോ നല്ല ടഫാ ഓ പൈസ എത്തി എന്ന് പറഞ്ഞു വേഗം ഫ്രീ കംപ്ലീറ്റ് കണ്ടിന്യൂ ഇനിയല്ല കണ്ടിന്യൂ എത്തിയ ഇവിടെ വന്നു അല്ല ശരിക്കും ഓഫ് റോഡിൽ വാങ്ങുന്നു ആലോചിച്ചിട്ട് ഇപ്പൊ എന്ത് കാട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത് എയർപോർട്ടിലാണോ പോയിട്ട് ഇത് ചണ്ടേരിയാണോ ചണ്ടയിലോണ്ട് ചണ്ടയിലോട്ട് കൊണ്ടുവന്നു ഇത് വേണ്ട പയ്യെ കേറിയാലാ പയ്യെന്നൊന്നും പറയരുത് കാക്കണം ഫുൾ ടാക്സിലേറ്ററാ കേറുന്നുണ്ട് പക്ഷെ എഞ്ചിന്റെ പവർ യോ 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 ചത്തി എത്തി 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 വണ്ടിക്കൊന്നും പറ്റിയില്ല പക്ഷെ ഞാൻ അത് ഫിക്സ് ചെയ്തു ഈ റാമ്പ് ഒന്ന് കയറിയാലോ റാമ്പ് ഒന്ന് കയറും ഓ ഇത് വേണ്ടാ ഓ എനിക്ക് മനസ്സിലായി എല്ലാം ഉണ്ട് മനസ്സിലായി അത് നേരെ ആവട്ടെ വണ്ടി ഫിക്സാക്ക് ഫിക്സ് ആയാലും കാണാൻ കഴിയുള്ളൂ പിടിക്ക് പിടിക്ക് പെർഫെക്റ്റ് ആക്കി കേറാ വണ്ടി നിന്നെ കൊണ്ട് പറ്റും നിന്റെ റിവേഴ്സിന് അത്യാവശ്യം നല്ല പവർ ഉണ്ടാവും ഞാൻ റിവേഴ്സിൽ തന്നെ കയറുന്നേ ഈ വണ്ടിക്കാണെങ്കിൽ രണ്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും രണ്ടിനും സ്പീഡാ എന്നാ വണ്ടിയാണോ ഷെയറിലിട്ട് അയ്യോ നിനക്കൂടെ കയറാൻ പറ്റും എത്തിയില്ല പവർ പോരാ നിന്നെക്കൊണ്ട് പറ്റൂടാ വണ്ടി നിന്നെക്കൊണ്ടല്ലാതെ വലിയ ആർക്കൊക്കാണോ പറ്റാൻ പറ്റല്ലേ വേറെ ഏതെങ്കിലും വണ്ടി പറ്റും ഒരു കാര്യം നിന്നെക്കൊണ്ട് പറ്റും ആദ്യമായിട്ട് കണ്ടു കാണിച്ചു വണ്ടേ എത്തി ഇനി അടുത്ത പരിപാടി തന്നെ ചാടാം നമുക്ക് ഈ ഗ്ലാസ് ഒക്കെ പൊട്ടിയേ പക്ഷെ ഞാൻ ഈ വണ്ടിയിൽ പോലെ റിപ്പയർ ചെയ്യേ ഇല്ല ഞാൻ റിപ്പയർ ചെയ്യില്ല നിന്നെ അങ്ങനെയാക്കി ഈ സാധനം
ടെസ്റ്റ് ആയി അടുപ്പെടുക്കണം പവറില്ലായിരുന്നു നമ്മച്ചായ എന്റെ വണ്ടി നേരെ ഒന്ന് ഈ സാറ് മറ്റേ ഇല്ലേ പൾസ് പോലത്തെ അത് വേറെന്തോ ഫിക്സ് ആയിക്കോ പോയി ഇടിച്ച് ഹെലികോപ്റ്ററാ ഒന്ന് മിലിറ്ററി ഹെലികോപ്റ്ററാണ് വാടാ ഞാൻ നിന്റെ പഠിക്കാം നമ്മൾ അതേ കണക്കുള്ള എയറോപ്ലെയിൻ ഇത് സെന്റ് ഗ്രൗണ്ട് ഒരു സൈഡിൽ എയറോപ്ലെയിൻ ഒക്കെ ഉണ്ട് നമുക്കൊരു എയറോപ്ലെയിനെ റേസ് ചെയ്താലോ നേരത്തെ നമ്മൾ കണ്ടില്ലായിരുന്നോ ഒരു എയറോപ്ലെയിൻ പോകുന്നേ അതുപോലെ റേസ് ചെയ്താലോ എന്നാ പറയുന്നത് എനിക്ക് തന്നെ റേസ് ചെയ്യണമെന്നാ റേസ് ചെയ്യാം റേസ് ചെയ്തിട്ട് ഇന്ന് അടുത്ത പരിപാടി ഉള്ളു അതിന് മുമ്പ് വേറൊരു പരിപാടി ഉണ്ട് അടുത്ത പരിപാടി ഉള്ളു എന്ന് പറഞ്ഞിട്ട് അത് ഈ റാമ്പിയാണ് ബാക്കിയുള്ള പരിപാടിയാണ് പറഞ്ഞു പോലും ഇല്ല ഞാൻ ആലോചിച്ച പരിപാടി നടന്നില്ല ഇതിപ്പോ കറക്റ്റ് ഫോർസൈസർ പോലെയുണ്ട് മറ്റേ കോയിനുകള് മറ്റേ ഇടിക്കുന്ന സാധനങ്ങളില്ലേ മറ്റേ പൈസ ഉണ്ട് കിട്ടുന്നത് ഇരിക്കണ ആ ഇടിക്കുന്ന സാധനങ്ങളൊക്കെ അതോ ഫോർസൈസർ അതിന് അതേ പോകുന്നു നിക്കണല്ലേ നമുക്ക് റൈസ് വെച്ചാലോ നൈസായിട്ട് ഒട്ടാണോ അവിടെ നീ എന്നെ ബിൽഡിംഗേ ഇടിക്കാൻ പോവാണോ ഈ പ്ലെയിൻ ബിൽഡിങ്ങിനെ ഇടിക്കാൻ പോവാണോ എന്ന് എനിക്ക് സംശയമുണ്ട് നിക്കണല്ലേ നമുക്കൊരു റൈസ് വെക്കാം ഈ ബിൽഡിങ്ങിനെ ഇടിക്കണ്ട അങ്ങോട്ട് ജീവിക്കട്ടെ ഇത് ഇടിക്കാൻ പോവാണെന്നോ എനിക്ക് തോന്നുന്നത് നിക്കണോ അവിടെ ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യൂടാ അയ്യോ അതെ വേറെ ജീവൻ കിടന്നു അതാര്യം എടുക്കുക ഇവൻ എടുക്കുക ഇന്ന് റേസ് വെക്കാൻ പറ്റുമോ വേടാ നിർത്താനേ ഞാൻ റിപ്പയർ ചെയ്യട്ടെ ഫുൾ പവർ ആയിരിക്കട്ടെ ഇതിന്റെ എയറോഡൈനാമിക്സ് വേണ്ടേ റേസ് വെക്കാം പയ്യെ നീ പയ്യാറില്ലേ നീ എന്നെ ഇടിക്കുവാനേ എനിക്ക് സംശയം പറഞ്ഞു ആ കാര്യം ഞാൻ ഇപ്പൊ ഇടിക്കുകയൊക്കെ ചെയ്യും ആദ്യം കണ്ണു കാണാവോ ഇന്ന് ഇതപ്പോ എന്നെ പൂട്ടിയല്ലോടെ എനിക്ക് അങ്ങോട്ട് പോകത്തില്ല ഇതിനെ വിട്ട് മറ്റു എങ്ങോട്ടാ വന്നിരിക്കുന്നു ഞാൻ നിന്റെ സൈഡിലൂടെ പയ്യെ വരാം നീ എന്ത് സ്പീഡ് കുറവാണോ നിനക്ക് നീ 60 അങ്ങാണ്ടേ പോകുന്നത് ശരിക്കും അത്രയും വലിയ സ്പീഡ് കുറവൊന്നും അല്ല ഇപ്പൊ ഈ ഗെയിമിനകത്ത് എന്ത് വീക്കിൽ കണ്ടോ 20 പോകുന്ന പോലെ ഈ ഗെയിമിന്റെ അകത്ത് ഞാൻ കാര്യമൊന്നും അറിയത്തില്ല റിയൽ ലൈഫിൽ 60 എന്ത് സ്പീഡാ പയ്യെ തിരിക്കുന്നത് കേട്ടാ ടയറേ നോക്കിക്കേ മുമ്പിലത്തെ തിരിക്കുന്നത് അയ്യോ സ്പീഡ് കൂട്ടി ഞാൻ റാമേ കയറി കുറച്ച് കണ്ടു കാണിക്കാൻ പോവാണോ എത്ര അമ്മറ്റേ അല്ലേ ചടയ്ക്കാൻ പോകുന്നേ ഇതാണോ ട്രാക്ക് നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്റെ വണ്ടയിലൂടെ പോവാ ഒക്കെ ഇവിടെ റൈസ് നടക്കുന്നേന്ന് തോന്നേ എന്നാ ഒരു റൈസ് വെക്കുന്നുണ്ട് ഏറ്റവും ഷവർനെറ്റിനാണോ അതോ ബോയിങ്ങിനാണോ ഇത് ബോയിങ് ആണെന്ന് തോന്നുന്നു ആർക്കറിയാം സ്പീഡ് കൂട്ടി പറക്കുക എന്റെ വണ്ടിക്ക് അതിന്റെ അടുത്ത് പോലും എത്തുന്നില്ലല്ലോ 300 കയറി കിട്ടും പറഞ്ഞ് ആകാശത്തോട് ഗയാ ഗയാ ഇനി വല്ല കാര്യമൊന്നുമില്ല പോയി പോയി ഇനി ഡിസ്കസില്ല അമ്മച്ചേ സ്മോക്ക് എങ്ങനെയുണ്ടായിരുന്നു സ്കില്ല് നോക്കടാൻ ഇങ്ങനൊരു ജമ്പറോ ആദ്യമായിട്ട് ഞാൻ ജമ്പ് ചെയ്യാൻ പോവാ ഓക്കെ ഞാൻ ഒരു പവർഫുൾ ജമ്പാക്കാം ജമ്പല്ല
ഓ വണ്ടിയുടെ പവറ് സ്പീഡാ. വണ്ടി ചേട്ടൻ വരുന്നുണ്ടോ? എനിക്ക് ഒരു റേസ് കൂടെ വെക്കണമെന്നുണ്ടായിരുന്നു. ആദ്യത്തെ റേസ് ഫ്ലോപ്പായി ബോയിങ്ങിന്റെ അടുത്ത്. എന്നാലും അറിയത്തില്ല, ബോയിങ്ങിന് ഭയങ്കര പവറാ, ഭയങ്കര ഈ ഒറ്റയുടെ എഞ്ചിയിലേക്കാളും എത്ര എഞ്ചിൻ കിട്ടും എനിക്കറിയോ? ഈ ഒറ്റയിൽ പോയി കണ്ടിട്ടില്ല. ഏതായാലും വട്ടം പുറത്തൊന്നും കളിക്കാൻ അമ്മച്ചേ നല്ല ദൈവമേ, എല്ലാം രക്ഷിക്കേ. ദൈവം കാരണം രക്ഷിയേ. ഓടിച്ചോ ഓടിക്കാ. കേർക്കോ ഡ്രിസ്റ്റ് നമ്മളെ ഡ്രിസ്റ്റ്. എങ്ങനെയാ ഡ്രിസ്റ്റ് പഠിച്ചതെന്ന് ചോദിച്ചത് എന്തോ കാര്യത്തിൽ പഠിച്ചതാണ്. ഡ്രിസ്റ്ററിൽ കണ്ടപ്പോ തോന്നി അതൊരു കാര്യമാണ്. എന്തായാലും കറക്റ്റുമാണ്. ഇരിക്കുന്നുണ്ട് അമ്മച്ചേ. താഴേക്ക് പോയി കൂടെ ഓണാക്കണ്ടായിരുന്നു. അയ്യോ എന്താണ് ഇവിടെ നടക്കുന്നേ? എനിക്ക് പോലും അറിയത്തില്ല എന്താ നടക്കുന്നത്. ഇവിടെ മണ്ടേക്കാവാം, എയർപോർട്ടിന്റെ മണ്ടയിലോട്ട്. ഓ എനിക്ക് മനസ്സിലായി, ഇവിടെ എയർപോർട്ടിൽ ആൾക്കാർ പോകുമ്പോ അതിന് പോകാൻ നേരത്ത് കാറും സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്യുന്നതാ ഇവിടെയാ. ഒന്നും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദേശത്ത് പോകുന്നവരാണ് സ്കൂട്ടറായിട്ട് വന്ന് ഇടുന്നേ. അത് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും പറഞ്ഞു ഞാൻ മണ്ടേ കയറി. മച്ചാനെ സുഖല്ലേ? മച്ചാലോ ഞാൻ ഡ്രസ്സും ബോൾ വറുക്കുവാ, എന്നാലേ ഒന്ന് സ്പീഡാവുള്ളൂ. തിരി എന്നെയും കൂടെ തള്ളിക്കോ. ഓ 4 വീൽ ഡ്രൈവാ, ഫ്രണ്ട് 4 വീൽ ഡ്രൈവ്. ദിവസമായി പോയി. മച്ചാനെ റെഡിയായിക്കോ, നമുക്കിന്നൊരു പറപ്പിക്കാനുള്ളതാ. വാ നിന്നെ കാണുന്നില്ലല്ലോ, കുറച്ച് സ്പീഡ് കൂട്ടിക്കോളാം പയ്യെ. എവിടെയാടാ? എവിടെയാണോ പ്ലെയിനൊക്കെ? അതേ വരുന്നു പറപ്പിക്കുക. അവൻ എന്റെ കാല് സ്പീഡാണേ, എന്നെ വെട്ടിച്ചു പോയി. പറക്കുവാ. ബ്രില്യന്റ്. 5 എത്രയാണ് ഞാൻ ലെവൽ 4 ഒക്കെ എത്തിയേ? ഉർബൻ എന്ന് പറഞ്ഞ വണ്ടി പഴയ വണ്ടി കഴിച്ചു. ഓ ഇതൊക്കെ കാണിക്കണ കേട്ടോ, പോളി കാണിക്കണേ. ഇപ്പൊ റേറ്റ് ചെയ്യാറായില്ല. ഓക്കെ ഞാൻ എടുത്തോളാം. ഇതെവിടുന്നാണ് എനിക്ക് ഈ വണ്ടിയൊക്കെ കിട്ടിയേ? ഇത് വണ്ടി ഏതാന്ന് മനസ്സിലായോ? ഞാൻ പേര് മറന്നുപോയി, അതൊരു കാര്യം. ഓക്കെ നിന്നെ എനിക്ക് വേണോടാ, ഉറപ്പ് നിന്നെ വേണം. എന്ത് നടന്നാലും എനിക്ക് നിന്നെ വേണോടാ. എന്തോന്ന് സാലാണ് ഇത്? എനിക്ക് ഫാക്ടറി മതി. പറ്റിണ്ട് ഫാക്ടറിയിലത്തെ റിമ്മിന് എന്നാണ് പറ്റിയേ? പൊടിയും ചെളിയും പിടിച്ചിരിക്കുന്നത്. നല്ല ക്ലിയർ റിമ്മ് വേണം എനിക്ക്. ഇത് ക്ലിയർ റിമ്മല്ല, ഇത് ക്ലിയർ. ഇത് മേടിക്കാം. കളറ് കറുപ്പ് തരുമോ? ഇല്ല. നീല ഇല്ല. കടുന്നീല ഉണ്ടോ? അതേ ഇരിക്കുന്നു. ഇത് മതി.
ഇനി അതിനൊന്നും കൊടുക്കണ്ട. അടിയത്തെ ലൈറ്റ് കൊള്ളൂല. ഇതൊന്ന് സ്മോക്കാ. നീല സ്മോക്ക് മതി. പൈസ ഇല്ലേ? പൈസ തീർന്നു. ടിൻറ്റഡ് വിൻഡോ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള പൈസയൊന്നും ഇല്ല നമ്മുടെ കൈ. നമ്മൾ പാവങ്ങളാണ്. വിങ് വെക്കാൻ ഞാൻ എന്താണോ പൈസ അല്ലെങ്കിലും ഇല്ലേ. നിങ്ങൾ എന്തായാലും എനിക്ക് മേടിക്കാൻ പറ്റില്ല. ഡ്രൈവിനെ വെക്കാം, ഓടിച്ചോളാം. വീണ്ടും നമ്മൾ ഇറങ്ങിപ്പോയാ നമുക്ക് വീണ്ടും സിംഗിൾ പ്ലെയറൊക്കെയാ. നമുക്ക് ഇനി കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഇതുവരെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞില്ല. എവിടെയാണ് ഓഫ് റോഡ് ട്രാക്ക് എന്ന് മെയിനായിട്ട് അതറിയാം. പൊളി. പിന്നെ എനിക്ക് ഒരു കാര്യം ചെക്ക് ചെയ്യാറുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കിടക്കട്ടെ. ഇങ്ങനെ നോക്കിയാൽ മതി. ഞെക്കിക്കൊണ്ടിരുന്നാ മതി. സ്റ്റാൻഡിലേക്ക് ചെയ്താൽ മതി. മണ്ടേൽക്കത് ഇത്. താഴ്മ കണ്ടോ? അടിപൊളി ആനിമേഷൻ. ഇങ്ങനെയൊക്കെ കണ്ടോണം. ഈ പൊങ്ങുന്ന ആനിമേഷനും കൂടെ കാണണം. മുമ്പ് കാണിക്കേ വണ്ടി. അതെ, പൊങ്ങുന്ന ആനിമേഷൻ നിർത്താൻ പറ്റാന്നില്ല. ഇച്ചേടാക്കാം ഈ പരിപാടി. അതൊക്കെ കണ്ട പൊളിയല്ലേ? കണ്ടോ? പോക്കറ്റിലാണോ? ഒട്ടുന്നുണ്ടോ ആരെങ്കിലും കണ്ട ഒട്ടുന്നത്? ചില ഓഫ് റോഡ് അടിക്കാം നമ്മുടെ വണ്ടിയായിട്ട്. ആദ്യമായിട്ടോ എനിക്ക് ബേസിക് കാർ ഓഫ് റോഡ് അടിക്കണം എന്ന് തോന്നുന്നു. അയ്യോ, കാറേത് എനിക്ക് പോകണമെന്നില്ല. കാരണം എനിക്ക് കുറേ കാറും വേണമെന്നില്ല. ഇത് പഴയ കാറാ കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു. കാറിന്റെ ഏജ് പഴയ കാറ്. നമുക്ക് വീണ്ടും നമ്മുടെ മിസ്റ്ററി സോൾവ് ചെയ്യാം. അതിന് നമ്മൾ പോവാം. ഇതാണ് ഓഫ് റോഡ് ഏരിയ. ഇതാണ് എനിക്ക് തോന്നുന്നു ഓഫ് റോഡ് ഏരിയ. എന്നിട്ട് അമേവാറാനുണ്ട് ഓഫ് റോഡ് ഏരിയ പോലെ തന്നെ. പക്ഷേ സോറി, കുറച്ച് ഇടി വേണ്ടി വന്നു. ഈ വണ്ടിയൊക്കെ കണ്ടോ? അടിപൊളി ഡിസൈനാണ്. ഈ വണ്ടിയാ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക്. ഈസിയായിട്ട് വലിഞ്ഞു കയറി. ഇത്രയുള്ളൂ നമ്മുടെ വണ്ടിക്ക്. നിനക്കല്ലാതെ ഇനി ആർക്കാണ് ഇത് പറ്റുന്നേ? ഇത്രയാണ് കളിയാലിരിക്കുന്നത്. മറ്റൊരാളിയാവോ? മുമ്പ് കാണി വണ്ടി. ഞാൻ മുമ്പ് കാണിക്കടാ. അറിയാതൊക്കെ നിന്റെ മുമ്പ് കാണിക്ക്. ഇവൻ മുമ്പ് കാണിക്കൂല. നീ കാണിക്കോ? ഇത് മറ്റേ ബ്ലിങ്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? മറ്റേ തുറക്കു അടയ്ക്കും അത്. ഇതൊന്നാളെ ലൈറ്റ് മണ്ടയിലോട്ട് പോയേ. എന്തൊക്കെയോ ഗ്ലിച്ചും ഉണ്ട്. അത് ഞാൻ നിൽക്കുന്നില്ല. ഓട്ടോമാറ്റിക്കാ. അതുകൊണ്ട് രാത്രിയാകുമ്പോ കറക്റ്റ് ഓണാവുന്ന തോന്നുന്നു. എനിക്കറിയില്ല. വണ്ടി പിന്നെ ചതഞ്ഞേ. എന്റെ കൊച്ചിനെ ഞാൻ ചതക്കൂല. ഞാൻ ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്യാവട്ടെ. ഫിക്സ് ചെയ്ത് ചാടി കറക്റ്റ് ഇടിച്ചില്ല. ഇങ്ങോട്ട് പൊളി കാലം. ഇവിടെ മുമ്പത്തേക്കാര് ആക്സിലറേഷനും ഉണ്ട്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി. ഇതാണ് ഓഫ് റോഡിങ് ഏരിയ എന്ന് തോന്നുന്നു. ഇത്രയും എനിക്ക് മനസ്സിലായിട്ടില്ല. ചുമ്മാ അറിഞ്ഞാൽ മനസ്സിലായിരുന്നു. വേഗം കൊണ്ട് സ്ഥലത്തോട്ട് ചത്തു ബേബി ചത്തു. എന്റെ കൊച്ചി ചത്തു.
എന്തിനാണ് ഞാൻ ആടെ പോയി നിൽക്കുന്നേ? അയ്യോ വിളിച്ചു, വീണ്ടും വിളിച്ചു. ഇടിക്കലേ ഉള്ളു. വെള്ളത്തിനകത്ത് മുമ്പത്തേന് എരിവായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കറിയാം, ചെയ്തില്ല തോന്നുന്നു. എൺപതെങ്ങാണ്ട് ഇന്ന് ഇതാണോ? 81. മണി മണി മണി. നീ പറയുമല്ലോ, എനിക്കൊരു കാര്യം നോക്കാനുണ്ട്. വെള്ളത്തിൽ ഡ്രസ് അടിക്കാമോ? ആദ്യമായിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. വെള്ളത്തിൽ ഡ്രസ് അടിക്കാൻ പറ്റുന്ന ഒരു കാറായിട്ട് ആണോ ഇത്? ഇല്ല, വെള്ളത്തിൽ ഡ്രസ് അടിക്കാനുള്ള പവറില്ല. ഇതൊക്കെയാണ് ഓഫ് റോഡ്. എന്തായാലും ഇതിന്റെ മുമ്പ് ഒന്ന് കാണിച്ചേ. ഒരു കുഴപ്പമില്ലല്ലോ ഈ സാമാനത്തിന്. എന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാവൂല. എന്നാന്ന് എനിക്കറിയില്ല. വീണ്ടും അടുത്ത് പക്ഷെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇവർക്ക്. സ്റ്റണ്ട് വീണു. ഇപ്പൊ ഇടിച്ചാലും മറത്തെ. പക്ഷെ എന്നെ കൊച്ചീനെ ഇടിപ്പിച്ച് ഇടിച്ച് ഒരിക്കലും എന്നെ നേരെ ഈ വണ്ടി പോയില്ല. ഓഫ് റോഡ് എത്തിക്കേണ്ടതുകൊണ്ട് ഒക്കെയുണ്ട്. ഞാനൊരു ബഗ്ഗീനെ കണ്ടായിരുന്നല്ലോ. ആ ബഗ്ഗീനെ അടുത്ത് ഈ ഓഫ് റോഡ് അടിപൊളിയായിട്ട് ഓടിച്ചുകൊണ്ടാവുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് നോക്കാം. ഓഫ് റോഡ് എടുത്തു തരാം. അതിനുള്ള പൈസ ഇല്ല. അതാണ് ഒരു കാര്യം. നമുക്ക് നോക്കാം പൈസ. ഇതിനകത്ത് കാണിക്കുമെന്ന് പോലും എനിക്കറിയില്ല പൈസ എവിടെയാണ്. അതെ, 1000 രൂപയുള്ളൂ. 8000 അങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നത്. 8000 അല്ല, 6000. 6000 അതിനുള്ള പൈസ ഇല്ല. ഹെഡ്ലൈറ്റ്സ് ഓണായിരിക്കുക. പൊങ്ങിയിരിക്കുന്നു നമ്മുടെ മച്ചാൻ. ഒന്ന് അടക്കട്ടെ. അടച്ച് ഓണത്ത് ഇപ്പൊ റെഡിയായല്ലോ. ജീവിതത്തിൽ റെഡിയാവില്ല. കറക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്തൊന്നും വരില്ല. ഞാൻ എനിക്കറിയില്ല. നമുക്കൊന്ന് ബേണൗട്ട് ചെയ്താലോ? ബേണൗട്ട് ചെയ്യാം. ഞാൻ പോയിക്ക എന്നാട് ബേണൗട്ട് ഇല്ലേ? ഫ്രണ്ടിനെക്കാളും പവർ ഈ വണ്ടിക്ക്. ഇതുണ്ടോ? പൂര ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ബേണൗട്ടൊന്നും ഇല്ലെന്നാ തോന്നുന്നു ഇതിനകത്ത്. അങ്ങനെയാണ് ഇതിനകത്ത് ബേണൗട്ട് ചെയ്യുന്നേ. ഓ, ഡ്രസ് അടിക്കാം. ഡ്രസ് അടിച്ചാൽ ബേണൗട്ട് ആകുന്നു തോന്നുന്നു. ഇങ്ങനെ ചെയ്യാം. ഇതാ എന്റെ ബേണൗട്ട്. ഉറക്കാവൂല. പക്ഷെ വലിയൊരു റോഡ് പോലത്തെ ക്ലീൻ ഏരിയ വേണം. ഓഫ് റോഡ് ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റൂല. നല്ലൊരു സ്ഥലം വേണം. ഞാൻ തപ്പാൻ പോവാണ്. വണ്ടിക്കാരാ മാറാ. അടിപൊളി ഓഫ് റോഡിങ് സ്ഥലം തന്നെ എന്തായാലും. മറിഞ്ഞു കൊച്ചിനെ ഫിക്സ് ചെയ്ത് മറിഞ്ഞു. ഞാൻ എപ്പോഴും ആഡായി നിൽക്കും. എനിക്ക് ആഡ്സ് വേണ്ട. അമ്മായിക്ക് ഇത് വാറാ നോക്കട്ടെ. ആണോ? നല്ല ഡോജാ. ആ പുറകെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഡോജ ആയിരിക്കും. നോക്കട്ടെ. നൈസ് ജോബ്. ഓ, 5 മാറും ലെവലപ്പ്. കൂടെ നിങ്ങളെ ഗെയിം കേറ്റ് നോക്കണം ഗൈസ്. അടിപൊളി. ആ, അതേ കിടക്കുന്നു സാന്റാക്രോസ്. ഇതുണ്ടോ? ബഗ്ഗി പോലെ തന്നെ ഇല്ലേ? ബഗ്ഗിയല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഇതിന് അത്യാവശ്യം ഓവർ കളിക്കാൻ കേപ്പബിലിറ്റി ഉണ്ടോ തോന്നേ.
6,000 രൂപ കിട്ടുവാണെങ്കിൽ നമുക്ക് പോവാം. എന്നിട്ട് ഇത് ഓടിക്കാം. അവിടെ പോയി ചെന്നിട്ട് സ്റ്റീൽ ഹോർസ് ആണ് ഇതിന്റെ പേര്. വിന്റേജ് ലെജൻസിന്റെ വിന്റേജ് ലെജൻസ് 4x4 ഡെയിലി ഡ്രൈവേഴ്സ്. പൂജ്യം നമ്മുടെ ഇപ്പത്തെ വണ്ടിയോടെ അറിയാം. വേറെന്തല്ലോ റയു ആർസാണ് അതിനകത്ത് വേറെ റയു സുപ്ര MT5. നമ്മുടെ വണ്ടി ആദ്യത്തെ വണ്ടി ഷാർക്കേറ്റായിരുന്നു. കുറെ വണ്ടികളുണ്ടല്ലോ നമുക്ക്. ഞാൻ തപ്പുന്ന സുപ്ര MK4 ഉണ്ടോ? MK4 ഉണ്ട് ഇല്ലെന്നോ കോഴിക്കട്ടേ ജസ്പർജീറ്റല്ല ഇവരിട്ടേക്കുന്നത്. എന്നാലും എനിക്കറിയത്തില്ല. ശരിക്കും കോഴിക്കാണ് ജസ്കോ. ഒന്നും വേണ്ട. എന്തായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. പിന്നെ അടുത്ത പാട്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. അന്നേരം ബൈ ബൈ.